ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോയോളം വരും. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഏകദേശം ഇതിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം നമുക്ക് മതിയാവും. ഇനി നമുക്കിത് നീളത്തിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വരാം. പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗം എല്ലാം നന്നായി കളയണം. പൈനാപ്പിൾ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പുളിശ്ശേരി തയ്യാറാക്കുന്നതിനായി നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് സമയം മൂടി വയ്ക്കാം. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായി ഇവിടെ 4 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച് കിട്ടണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളകും 3-4 കറിവേപ്പിലയുടെ ഇലയും കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ തൈര് ഞാനിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. തൈര് തിളച്ച് പോകാതെ നോക്കണം. നന്നായി മിക്സ് ചെയ്യണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകുകയേ ചെയ്യാവൂ. പുളിശ്ശേരി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും കടുകിടാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3-4 വറ്റൽ മുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇടാം. കടുക് താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.